വചനമൊഴി ഒക്ടോബർ 23. വചനഭാഗം ഹെബ്രായർ 4:12-13, ലൂക്കായുടെ സുവിശേഷം 9:46-48. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവരുടെ ഇടയിൽ തർക്കമുണ്ടായി. ഈശോ അവരുടെ ഹൃദയവിചാരം അറിഞ്ഞ് ഒരു ശിശുവിനെ എടുത്ത് തന്റെ അടുത്തു നിർത്തി അവരോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് ചെറിയവനായിക്കൊണ്ട് വലിയവനാകുവാനാണ്. കർത്താവിന്റെ സന്നിധിയിൽ വലുപ്പം എളിമയോടുകൂടി വർത്തിക്കുന്നവർക്കാണ്. പരിശുദ്ധ അമ്മ പറയുന്നത് തന്റെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എന്നാണ്. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് എളിയവരായിക്കൊണ്ട് ചെറിയവരായിക്കൊണ്ട് വലിയവനാകുവാനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വലിയവനാകുന്നത്, മഹത്വമുള്ളവരായി മാറുന്നത് സ്വയം എളിമപ്പെടുത്തുന്നതിലൂടെ, ശൂന്യവൽക്കരിക്കുന്നതിലൂടെയാണ്. ഈശോ മിശിഹ തന്നെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി കരുതാതെ സ്വയം എളിമപ്പെട്ട് ശൂന്യവൽക്കരിച്ച് ശിശുവായി മനുഷ്യനായി അവതരിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ മഹത്വവും എളിമയായിരുന്നു. എളിയ ദാസിയെ കർത്താവ് ഉയർത്തിയെന്നാണ് മറിയം പറയുന്നത്. താഴ്മയോടെ കർത്താവിന്റെ പക്കൽ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധ അമ്മ തയ്യാറാവുകയായിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും എളിമയോടെ വർത്തിക്കുവാൻ, താഴ്മയോടെ ശുശ്രൂഷ ചെയ്യുവാൻ, ശൂന്യവൽക്കരണത്തിന്റെ മാതൃക പിന്തുടരുവാൻ പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.